PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകളും അതുപോലെ ജോലി സാധ്യതകളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഈ ആഴ്ച അവസാനം, അതായത് ജൂലൈ 27 ശനിയാഴ്ച എല്ലാവരും കാത്തിരുന്ന LDC പരീക്ഷകൾ ആരംഭിക്കുകയായി. ആദ്യഘട്ടം തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ 2024 ജൂലൈ 27 14 ജില്ലകളിലും പരീക്ഷാ കേന്ദ്രമുണ്ട്. ആകെ 1,39,157 പേരാണ് പരീക്ഷ എഴുതുന്നത്. 14 ജില്ലകളിലും അതിന് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് 63,330 പേർക്കാണ് 272 കേന്ദ്രങ്ങളിലായിട്ട് പരീക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള 14 ജില്ലകളിലും ചില സ്ഥലത്തൊക്കെ ഓരോ കേന്ദ്രങ്ങളൊക്കെ ഉള്ളൂ, ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൻ്റെ അതനുസരിച്ച്. അപ്പോൾ ഇതിനുള്ള ഹോൾ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. തിരിച്ചറിയൽ കാർഡിൻ്റെ ഒറിജിനൽ അതുമായിട്ടാണ് നിങ്ങൾ പരീക്ഷ ഹാളിൽ എത്തേണ്ടത്. 1.5 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, OMR പരീക്ഷയാണെന്നൊക്കെ. അപ്പോൾ ഇതാണ് ആദ്യമായിട്ടുള്ള LDCയുടെ വിവരങ്ങൾ. ഇനി അതുകൂടാതെ രണ്ടാം ഘട്ടം ഈ LDC പരീക്ഷയുടെ കൊല്ലം, കണ്ണൂർ ജില്ലകൾക്ക് ആഗസ്റ്റ് 17 പിന്നെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട ഓഗസ്റ്റ് 31 നടത്തുന്നത്. പിന്നെ 4ഉം 5ഉം ഘട്ടങ്ങൾ സെപ്റ്റംബർ 7-നും 28-നും ആയിട്ടാണ് നടക്കുക. 6ഉം 7ഉം 8ഉം ഘട്ടങ്ങൾ ഒക്ടോബറിലാണ് നടത്തുക. അപ്പോൾ അതിൻ്റെ തീയതിയൊക്കെ ഈ ആഴ്ചയാണ് പ്രഖ്യാപിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആകെ നമുക്ക് PSCക്ക് കിട്ടിയിരിക്കുന്നത് 12,95,000 അപേക്ഷകളാണ് മൊത്തം ലഭിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഏകദേശം ഒരു 4,62,000 ചില്ലാനം അത് കുറവാണ് ഉണ്ടായത്. പിന്നെ തസ്തിക മാറ്റ പ്രകാരവും 11,000 ചില്ലാൻ പേര്, 12,000-ൻ്റെ അടുത്ത ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതാണ് ഈ LDC പരീക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ. ഇനി അടുത്തത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, അത് 10 ജില്ലകളിൽ സാധ്യതാ പട്ടികയായിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പിൽ 10 ജില്ലകൾ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, വയനാട് ജില്ലകളുടെ പട്ടികയൊക്കെയാണ് ഇനി പ്രസിദ്ധീകരിക്കാനുള്ളത്. അപ്പോൾ ഈ ആഴ്ച അത് പ്രസിദ്ധീകരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതുകൂടാതെ സിവിൽ എക്സൈസ് ഓഫീസറുടെ കൊല്ലം ജില്ലയിലെ ചുരുക്കപ്പട്ടികയും ഈ ആഴ്ച വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റ് 13 ജില്ലകളുടെ പട്ടികകളൊക്കെ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ കൊല്ലത്ത് സൂക്ഷ്മ പരിശോധന വൈകിയതുകൊണ്ടാണ് കുറച്ച് കാലതാമസം വന്നത്. തൃശ്ശൂരിൻ്റെയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ബാക്കി 13 ജില്ലകൾക്ക് ഒഴിച്ച്, കൊല്ലം ഒഴിച്ച് ബാക്കി 13 ജില്ലകൾക്ക് ആകെ 3,439 പേര് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ മുഖ്യ പട്ടികയിൽ 2,205 പേരും ഉപപട്ടികയിൽ 1,234 പേരാണുള്ളത്. ഇനി അതിൽ എൻഡുറൻസ് ടെസ്റ്റും ശാരീരിക അളവെടുപ്പ്, കായികക്ഷമതാ പരീക്ഷ, അതിനൊക്കെ ശേഷം റാങ്ക് പട്ടിക തയ്യാറാക്കണത്. അതിൻ്റെ തീയതിയൊക്കെ പിന്നാലെ അറിയിക്കുന്നതാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷ നിങ്ങൾക്കറിയാമല്ലോ, ഫെബ്രുവരി 17 ആയിരുന്നല്ലോ ഇതിൻ്റെ പരീക്ഷ നടത്തിയിരുന്നത്. അപ്പോൾ അതിൽ 3 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് 97-ലായിരുന്നു മാർക്ക് ഇട്ടിരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ 7 ഉത്തരങ്ങൾ തിരുത്തുകയൊക്കെ ചെയ്തു പ്രൊവിഷണലിൽ നിന്ന്. അടുത്തത് സർവകലാശാല അസിസ്റ്റൻറ്റ്, അതിന് 60 പേർക്ക് നിയമന ശുപാർശ. 2022 വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ 1,584 പേര് ആ പട്ടികയിലുണ്ട്. അതായത് മുഖ്യ പട്ടികയിൽ 770-ഉം സംവരണ പട്ടികയിൽ ഉപപട്ടികയിൽ 779-ഉം പിന്നെ ഭിന്നശേഷി പട്ടികയിൽ 35 പേരുമാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ 2009 പേരുണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്ന് 1026 പേർക്ക് നിയമന ശുപാർശ കൊടുത്തു.
അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് ആ മുമ്പിലത്തെ റാങ്ക് പട്ടിക റദ്ദായത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് 60 പേർക്കാണ് നിയമന ശുപാർശ അയക്കാൻ പോണത്. അതിൽ NJD 25, പുതിയത് 35. ഇനി റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 117 ഒഴിവാണ്. ഭിന്നശേഷിക്കാർക്കുള്ള 8 ഒഴിവ് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് സർവകലാശാലയാണ്, 31 എണ്ണം. അതിലിപ്പോൾ 4 എണ്ണത്തിൽ മാത്രമേ നിയമന ശുപാർശ അയച്ചിട്ടുള്ളൂ. 2024 മാർച്ച് 11-നാണ് ഈ റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ 12 പേരെ മുഖ്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അത് ക്ലറിക്കൽ പിശക് മൂലമാണെന്നാണ് PSC അറിയിക്കുന്നത്. അപ്പോൾ ശാരീരിക അളവെടുപ്പിൽ പരാജയപ്പെട്ടവരും പിന്നെ റാങ്ക് പട്ടികയിൽ ക്ലറിക്കൽ പിശക് മൂലമൊക്കെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് 12 പേരെ ഒഴിവാക്കിയിട്ടാണ് ലിസ്റ്റ് ഇടാൻ ഇതായത്. കഴിഞ്ഞ ഏപ്രിൽ 15-നാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആകെ 1442 പേരാണ് ഉണ്ടായിരുന്നത്. അതിലാണ് ഈ 12 പേരെ മുഖ്യ പട്ടികയിൽ ഉണ്ടായിരുന്ന 895 പേരിൽ നിന്നാണ് ഈ 12 പേരെ ഒഴിവാക്കിയത്. ഇപ്പോൾ പരിഷ്കരിച്ച പട്ടിക PSC വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുഖ്യ പട്ടികയിൽ 883 പേരേ ഉള്ളൂ. ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത കാരണം നിയമന ശുപാർശ ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അധികം താമസിയാതെ തന്നെ നിയമനങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിവിൽ പോലീസ് ഓഫീസർ 4 ചോദ്യങ്ങൾ, സിവിൽ പോലീസ് ഓഫീസർ മെയിൽ പരീക്ഷ കഴിഞ്ഞല്ലോ, അതിൻ്റെ 4 ചോദ്യങ്ങൾ പ്രൊവിഷണൽ വന്നതിന് 4 ചോദ്യങ്ങൾ PSC റദ്ദാക്കിയിട്ടാണ്. അതിൽ പൊതുവിജ്ഞാപനത്തിലെ 3 എണ്ണവും മലയാള ഭാഷയിലെ 1 എണ്ണവും. അങ്ങനെ 96-ലാണ് മാർക്ക് മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ റെയിൽവേയിൽ 4862 അപ്രൻറ്റീസിൻ്റെ ഒഴിവുണ്ട്. ITI വിവിധ ട്രേഡുകളിലൊക്കെ ആയിട്ട് അവസരങ്ങളുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് www.indianrailways.gov.in ആണ്. അപ്പോൾ ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ സദേൺ റെയിൽവേയിലാണ് 2438 അവസരങ്ങൾ, സെൻട്രൽ റെയിൽവേയിൽ 2424 അവസരങ്ങൾ. ഈ സദേൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ളതാണ്. സെൻട്രൽ റെയിൽവേ എന്ന് പറഞ്ഞാൽ മുംബൈ, പൂനെ, നാഗ്പൂർ അങ്ങനെയുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ sr.indianrailways.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സ്വീകരിക്കണ ആഗസ്റ്റ് 12-ാം തീയതിയാണ്. കേരളം ഉൾപ്പെടുന്ന സദേൺ റെയിൽവേ ആണ്. സദേൺ റെയിൽവേയിൽ കേരളം ഉൾപ്പെടെയാണ് ഈ 2438 ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത്. SBIയിൽ 1040 സ്പെഷ്യലിസ്റ്റ് ഓഫീസറുടെ ഒഴിവുണ്ട്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അത് 5 വർഷത്തേക്കുള്ള കരാർ നിയമമാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടവർ വെബ്സൈറ്റ് bank.sbi/careers എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. പിന്നെ അതുകൂടാതെ റിസർവ് ബാങ്കിൽ 94 ഓഫീസറുടെ ഒഴിവുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അതിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷകളുണ്ട്, ഓൺലൈൻ പരീക്ഷയുണ്ട്. അതിൻ്റെ വിവരങ്ങൾ www.rbi.org.in എന്ന വെബ്സൈറ്റിൽ ജൂലൈ 25-ാം തീയതി പ്രസിദ്ധീകരിക്കും. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ലാസ്റ്റ് ഡേറ്റ് ആഗസ്റ്റ് 16-ആണ്. തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കെൽട്രോണിൽ അപേക്ഷിക്കാൻ പറ്റും. www.ksg.keltron.in എന്ന വെബ്സൈറ്റിലാണ് അതുള്ളത്. അതായത് SLC, +2, VHSC, ഡിപ്ലോമ, ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ആയിട്ട് വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇതൊക്കെ സർക്കാർ അംഗീകൃതമാണ്, നോർക്ക അറ്റസ്റ്റേഷൻ ഉള്ളതുമാണ്. അപ്പോൾ കെൽട്രോണിൻ്റെ എല്ലാ സംസ്ഥാനത്ത് മുഴുവൻ അറിയാലോ, എല്ലാ
സ്ഥലത്തും ഇതിൻ്റെ സെൻറ്ററുകളുണ്ട്, അവിടെയാണ് കോഴ്സ് നടത്തുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകളും പിന്നെയുള്ള ജോലി അവസരങ്ങളൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അത് കണ്ടെത്തി അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.